അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ സഹോദരങ്ങളെ, ബൈത്തു സക്കാത്ത് എന്ന പേരിൽ ഒരു പരസ്യം കണ്ടു. അപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം അവറുകൾ അത് അനിസ്ലാമികമാണ് എന്ന് പറയുകയുണ്ടായി. ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സാധുക്കളെ സക്കാത്തൊക്കെ പാടെ പിരിച്ചെടുത്തുകൊണ്ട് ഒരു ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞൊരു ഒന്നുണ്ടാക്കി. ബൈത്തുൽ മാൽ പോലെ ബൈത്തുൽ സക്കാത്ത്. ബൈത്തുർ റഹ്മല്ല കേട്ടോ. ബൈത്തുർ റഹ്മാൻ നമ്മളൊക്കെ സഹായിച്ച്, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ സഹായിച്ച് സഹകരിച്ച് നീങ്ങുന്നൊരു പരിപാടിയാണ് ബൈത്തുർ റഹ്മാൻ. ഇതങ്ങനല്ല, ബൈത്തുൽ സക്കാത്ത്. സക്കാത്തൊക്കെ ഇട്ട് സംഭരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് പാവങ്ങൾക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ ഓരോ ആവശ്യം നിറവേറ്റാനോ കൊടുക്കുക. ആര് കൊടുക്കുക? ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക ഭരണാധികാരികളല്ല ഇത് ചെയ്യണത്. എന്നിട്ട് ഇതിന് പണിയെടുക്കുന്ന ആൾക്കാർ വല്ല ആമിലീന അലിഹ എന്ന് സക്കാത്തിൻ്റെ മേൽ ഉള്ള ജോലിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അതിന് എടുക്കുക. ഇതൊന്നും ഇസ്ലാമിക ദൃഷ്ട്യാ ഒരു ശരിയുള്ള കാര്യമല്ല എന്ന് ഇവിടെയുള്ള പണ്ഡിത സംഘടനകളെ എല്ലാവരും സമ്മതിക്കുന്നവരും അത് പറ്റുമെന്ന് പറയുന്നത് വഹാബികളാണ്. അപ്പോൾ ഈ വഹാബികളെ നമ്മളെന്ത് ചെയ്യണം? വഹാബികളോട് യോജിച്ചുകൊണ്ട് നമ്മളത് പറ്റുമെന്ന് പറയണോ വേണ്ടത്? അതല്ല. ഇവിടെ ഈ മുക്കം ഉമർ ഫൈസി പറഞ്ഞതുപോലെ, എന്നതുപോലെ കൂടത്തായി ഫൈസി പറഞ്ഞതുപോലെ, എന്നതുപോലെ പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ, നജീബ് ഉസ്താദ് പറഞ്ഞതുപോലെ സക്കാത്ത് ഇങ്ങനെ സംഭരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അനുസരിക്കുകയാണോ വേണ്ടത്? അതല്ല. ഈ വഹാബീസം റഹ്മത്തുള്ള ഖാസിമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെ പൊരൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമ്മളെ സംഘടനയിലും മറ്റും വഹാബീസം തിരികെ കയറ്റിയിട്ട് അതിന് ഓസാന പാടിയിട്ട് രാഷ്ട്രീയത്തിന് മുൻഗണന നൽകിയാണ്ട് നമുക്ക് പറയാൻ പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പം എതിർത്തിട്ടില്ലെങ്കിൽ പോലും ഒന്നും കൂടി വളരുള്ളൂ. വഹാബികൾ ഇവിടെ ഒന്നും കൂടി വളരുള്ളൂ. കാരണം വഹാബികളെ വിശ്വാസം തന്നെ എന്താണ്? ഇവിടെ നമ്മളിങ്ങനെ പറയുമ്പം അതിന് നമ്മൾ വിചാരിക്കും അത് തങ്ങൾക്കെതിരല്ലേ, തങ്ങളെ ഇവർ കരുവാക്കിക്കണ്ട് ചില കാര്യങ്ങളൊക്കെ ഓല് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഓലെ മയ്യത്തസ്കാരത്തിനൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അത് തങ്ങൾക്കെതിരാകൂലെന്ന്. അപ്പോൾ തങ്ങളെ നമ്മൾ വെറുതെ വിഡ്ഢിയാക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, ഇവിടെ തങ്ങളെ വിഡ്ഢിയാക്കുന്നത്, വേണ്ടാത്ത പോരാത്ത ആളാക്കുന്നത് സുന്നികളല്ല. സുന്നികൾ അവരെ ബഹുമാനിക്കുന്നവരും കൈമുത്തുന്നവരും അവർ റസൂലുള്ളാഹിൻ്റെ കുടുംബമാണെന്ന് വിശ്വസിക്കുന്നവർ അവിടെയുള്ള കേരളത്തിലെ സുന്നികൾ. അവരിൽ നിന്ന് ചെറിയ ന്യൂനത കണ്ടാൽ ഇവിടെയുള്ള സുന്നികൾ ഇളകും. കാരണം എന്താണ്? അവർ ആ മാർഗത്തിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ള വിശ്വാസമാണ് ഇവിടെയുള്ള സുന്നികൾക്ക് മുഴുവനും. അതിൽ EKAP സംസ്ഥാനമൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. എല്ലാ സുന്നികളും അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണെന്ന് വിശ്വസിക്കുന്നവരും മുസ്ലിമീങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണ്. നേരെ മറിച്ച് ഈ സക്കാത്ത് സെല്ലുണ്ടാക്കുന്ന ആൾക്കാർ, ഈ ബൈത്തു സക്കാത്തൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, വഹാബികൾ, അവരെ വിശ്വാസത്തിൽ ഈ ഇവിടെയുള്ള സുന്നികളൊന്നും മുസ്ലിമീങ്ങളെ അല്ല, മുശ്രിക്കാണെന്നാണ്. പാണക്കാട് തങ്ങന്മാരൊക്കെ ഉറുക്ക്, ഏലസ്, ഐക്കല്ല് ഇതൊക്കെ ഇതിലോലും നിർത്തിയിട്ടുണ്ടപ്പം ഇല്ലല്ലോ. ഇല്ലാത്ത കാലത്തോളം അവർ മുസ്ലിമല്ല, മുശ്രിക്കാണ്. ഇത് ഞാൻ എൻ്റെ സ്വയാഭിപ്രായം പറയല്ല. എല്ലാ ലേഖനങ്ങളും ഇവിടെ എല്ലാ വഹാബിസത്തിൻ്റെ എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾ ഖുറാഫികളെപ്പോലെ ഇപ്പോൾ അവർ പരസ്പരം എന്താണെന്നറിയോ, മുശ്രിക്കാക്കിയിട്ട് അങ്ങോട്ടോട്ട് തർക്കിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഇത് സമസ്തക്കാർ പറയുന്നത് പോലെയുള്ളതായിപ്പോയി എന്ന്. സമസ്തക്കാർ മുശ്രിക്കുകളാണെന്ന് നമ്മൾ ഈ സമസ്തക്കാരെ ഞങ്ങൾ മുശ്രിക്കാക്കുമ്പോൾ നമ്മളെ മുശ്രിക്കാക്കല്ലേ എന്നപ്പം എട്ടായി പൊട്ടിയ വഹാബികൾ പരസ്പരം പറയുന്നത്. ഇപ്പം സ്വന്തം അനുയായികളെ മുശ്രിക്കാക്കുന്ന സാഹചര്യം വന്നപ്പം അവർക്കെന്താണ്? നിക്കക്കള്ളില്ല പറയേണ്ടി വരികയാണ് ഓരോ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോഴും സുന്നികളാണ്, നമ്മൾ സമസ്തൻ്റെ ആളാണ്, അല്ലെങ്കിൽ വലിയ സംഘടനൻ്റെ ആളാണ്, അല്ലെങ്കിൽ SMFൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ അടിയിൽ കൂടെ കാർന്ന് വഹാബിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വഹാബി ജൂതായിസുകൾ അവരിവിടെ പണിയെടുക്കേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവരെന്താ, നമ്മളെ ഭാഗത്തൊക്കെ ചില ആളുകൾ വഹാബികളായിട്ടുണ്ട്. അങ്ങനെ ആളുകൾ ഈ രൂപത്തിൽ സക്കാത്ത് ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ബൈത്തു സക്കാത്ത് ഉണ്ടാക്കിയെന്ന് അതിന് പിരിച്ചുകൊണ്ടെന്ന് കണ്ട് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഈ
പുരയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒതായി പോലത്തെ സ്ഥലത്തുനിന്ന് എന്താക്കി പിരിച്ചുകൊണ്ടുവന്നാണ്ട് കുട്ടികളെ കെട്ടി കല്യാണത്തിന് സഹായിക്കാൻ ഇതിനൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് കൊടുക്കുന്ന ആൾ സക്കാത്ത് വിടണമെങ്കിൽ അതിൻ്റെ നിബന്ധന എന്തായിരിക്കണം? അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അവൻ കൊടുക്കണം. എൻ്റെ സക്കാത്ത് ഞാൻ തന്നെ കൊടുക്കണം. അത് അതിൻ്റെ അർഹതപ്പെട്ടവരിലേക്ക് എത്തുമെന്ന ഉറപ്പോടുകൂടെ നമ്മൾ നിയ്യത്ത് ചെയ്ത് കൊടുക്കേണ്ട സാധനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ സദക്കയും ദാനവും ധർമ്മം കൊടുക്കണ്ടെന്നല്ല. എന്നാൽ ഈ ബൈത്തുൽ സക്കാത്തിനോ ബൈത്തുൽ സദക്ക ഉണ്ടാക്കിക്കോട്ടെ, അതിനാരും ഇവിടെ വിമർശിക്കൂലല്ലോ. അല്ലെങ്കിൽ ബൈത്തുൽ ഹദിയ ഉണ്ടാക്കിക്കോട്ടെ, എന്നിട്ട് ഇവിടെ പിരിവടത്തിക്കോട്ടെ, അതിനും കിട്ടും, ഇതിനാട്ടിലും കിട്ടും. അതിന് പാവപ്പെട്ട ആൾ ഇപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഉത്ബുദ്ധരാണല്ലോ ചാരിറ്റി പ്രവർത്തനത്തിൽ. ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ അത്ര മുന്തിയ ആളുകൾ ആരവിടെ ഉള്ളത്? ഏത് ആളുകളവിടെ ചാരിറ്റിക്ക് എതിരേൽക്കുന്നവരുള്ളത്? നമ്മളെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ സുന്നികളെ കൂട്ടത്തിൽ ആരാളുള്ളത്? എന്നപോലെ സർവ്വജാതി മതഭേദമന്യേ എല്ലാവരെയും സഹായിക്കേണ്ടതാണ്. ഈ സഹായിക്കണം. അതിന് എന്ത് ചെയ്യണം? ബൈത്തു സക്കാത്ത് ഉണ്ടാക്കല്ല, ബൈത്തു സദക്ക ഉണ്ടാക്കണം. നമ്മളൊരു ബൈത്തു സക്കാത്ത് ഉണ്ടാക്കി പിന്നെ എന്താണ് ആ ബൈത്തു സക്കാത്ത് ഇങ്ങനെ ദീർഘിച്ച് കൊണ്ടുപോയി കണ്ട് പിന്നെ കുറേ കഴിയുമ്പോൾ എന്താകും? ആ മുസ്ലിമീങ്ങൾക്ക് പലർക്കും അങ്ങനെ സഹായിക്കണത് കണ്ടോ വിവേചനമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ പിന്നെ സക്കാത്ത് നിന്ന് എടുത്ത് കണ്ട് മറ്റുള്ള മതസ്ഥർക്കും സഹായിക്കേണ്ടി വരും. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ബൈത്തു സദക്ക ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് സക്കാത്ത് കൊടുക്കുന്ന പാവങ്ങൾക്ക് കിട്ടേണ്ട അവകാശം അത് അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ അവകാശികൾ കൊടുത്തോളും, വെടിക്കോളും. അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം ചെയ്യാൻ വരില്ല. ബൈത്തു സക്കാത്ത് ഉണ്ടാക്കണവരോട് ചോദ്യം ചെയ്യാൻ വരില്ല, നിങ്ങൾ എന്തുകൊണ്ട് ബൈത്തു സക്കാത്ത് ഉണ്ടാക്കിയില്ല. നേരെ മറിച്ച് ബൈത്തു സദക്ക നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. എന്താ പറയുക? നമ്മളെ വീട്ടിൻ്റെ 40 വീടുകൾ ചുറ്റുപറ്റിട്ടുള്ള 40ഓളം വീടുകൾ എന്താണ്? അവർ അയൽവാസികളാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പം വേറെ ഇറക്കുന്നവൻ എൻ്റെ സമൂഹത്തിൽപ്പെട്ടവനല്ലാന്ന്. അപ്പോൾ നമ്മളെ അയൽവക്കത്ത് ആരെങ്കിലും ദരിദ്രരുണ്ടെങ്കിൽ, ഭക്ഷണത്തിന് വീടിന് പാർപ്പിടത്തിനൊക്കെ വകല്ലാത്തവരുണ്ടെങ്കിൽ ആ മുതലാളിമാരോട് ചോദ്യം ചെയ്യും. ഇന്ന ആൾക്ക് എന്ത് കൊടുത്തില്ല, ഇന്ന കോമൻ എന്ത് കൊടുത്തില്ല, രാമൻ എന്ത് കൊടുത്തില്ല, മുഹമ്മദിന് എന്ത് കൊടുത്തില്ല എന്ന് ചോദ്യം ചെയ്യപ്പെടും. അതാണ് അതിന് ബൈത്തു സക്കാത്ത് പറ്റൂല, ബൈത്തു സദക്ക പറ്റും. ഇതാർക്കും ഉണ്ടാക്കല്ലോ, ഇതിനാരും വിമർശിക്കൂലല്ലോ. ഇത് എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ തങ്ങന്മാരെ പോലത്തെവരെ കൊണ്ടുവന്ന് കണ്ട് എന്ത് ചെയ്യും? അത് തെറ്റിദ്ധരിപ്പിച്ച് കണ്ട് അവരോട് പറയിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ തങ്ങന്മാരെ ഇവർ മോശമാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെടുക്കണ പണിയാണ് ഇത് രാഷ്ട്രീയക്കാരെടുക്കണ പണിയാണ്. അല്ലെങ്കിൽ ഇപ്പം എന്താണെന്നറിയാം, സുന്നത്തി ജമാഅത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ ഇവിടെ എല്ലാ സുന്നികളും ഇതിന് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. സുന്നിയിൽ ഈ വിഭാഗീയത നോക്കാതെ എല്ലാവരും ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഓരോരുത്തരെയും പേര് പറഞ്ഞത്. കൂടത്തായി ഫൈസിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നെ പേരോട് ഉസ്താദിൻ്റെ കേട്ടിട്ടുണ്ട്, നജീബ് ഉസ്താദിൻ്റെ കേട്ടിട്ടുണ്ട്, എന്നപോലെ മുക്കം ഉമർ ഫൈസിൻ്റെ കേട്ടിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരെ സംഘടനയിൽപ്പെട്ടവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹം വിലയിരുത്തിക്കാണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഉള്ളിലൂടെ രഹസ്യമായിട്ട് ഈ ചാരപ്പണി നടത്തിക്കാണ്ട് അവരെ കണ്ടുപിടിച്ച് അവരെ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പരിപാടിക്കെതിരെ നമ്മളെന്ത് ചെയ്യണം? ശക്തമായിട്ട് പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്നാൽ ഈ പണ്ഡിതന്മാരിത് വിമർശിക്കുമ്പോൾ അവർ പറയാണ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാനൊരാളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ, മറ്റുള്ളവർ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പേടിയാണ്. എന്താ പറയുക? സമൂഹത്തിനൊരു പേടി. അപ്പോൾ നമുക്കറിയാം, ചെമ്പരിക്ക കാതിനോ തച്ച് കൊന്ന് ആരെ കൊന്നത്? അത് മൂപ്പര് ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. ആരായിരിക്കും ഇപ്പോൾ കൊന്നത്? അത് പകൽ വെളിച്ചം പോലെ ഓരോരുത്തർക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിലും അതൊന്നും പിടിക്കപ്പെടാതെ നിൽക്കുകയാണ്. ഇങ്ങനെ പല കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട്. ഇപ്പം APK പ്രശ്നം ഉണ്ടായ സമയത്ത് 5-8 പേരെ ഇവിടെ കൊല്ലച്ചിട്ട് ആരാ കൊന്നത്? ആ കൊന്ന ആളെ അറിയപ്പെടായിട്ടാണോ? കൊന്ന ആൾക്ക് അറിയില്ല എന്തിനാണ് കൊന്നത്, കൊല്ലപ്പെട്ട ആൾക്കും അറിയില്ല എന്നെ എന്തിനു കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാലം വരുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഈ ഒരു വീട്ടിലേക്ക് അന്യനാട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ ഇറങ്ങി പെരുന്നാൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങി വീട്ടിലേക്ക് ലീവിന് വന്ന ഒരു ചെറുപ്പക്കാരനെ കുറേ ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്ത് പിടിച്ചു വെച്ചിട്ട് തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയക്കാർ അതിന് സെൻസിങ്ങൊക്കെ എഴുതിയത് ലീഗ് കുണ്ടായുസം കുണ്ടൂർ മുതൽ കിടങ്ങഴം വരെ എന്നാണ് ഒരു ലേഖനം എഴുതിയത്. അപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ച്
അദ്ദേഹത്തിൻ്റെ മൂർത്താവിൽ ഇരുമ്പിൻ്റെ കമ്പി അടിച്ച് ഇറക്കിയിട്ട്, നോവലിൽ വായിക്കല്ലത്, അവിടെ എന്താണ് ഈ പരവശനാക്കി അവശനാക്കി അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു, ആൾക്കാർ ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ കൂടി ആളില്ലാതെ ഏതൊരു ഹിന്ദു സഹോദരനാണ് ഈ കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നേക്കുന്നത്. എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്, ആരാണ് ചെയ്യുന്നത്? ഇതൊക്കെ നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ചില ആളുകൾ എന്താണെന്നറിയോ, മറ്റ് ഈ മതത്തിൻ്റെ പേരിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ ഇതൊക്കെ നമുക്ക് പറ്റും എന്ന് ഗ്രൂപ്പീസം ഈ ഉള്ളിലൂടെ എന്താക്കുക, രാഷ്ട്രീയം കളിച്ചിട്ട് ഈ ജൂതപ്പണി എടുത്ത വഹാബി ലോബികളാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. സത്യമായി മനസ്സിലാക്കാനും എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ സുന്നി പണ്ഡിതന്മാരെയും ഒരുപോലെ കാണാനും അവരെ അനുസരിക്കാനും അത് ഈ ദീനിൻ്റെ ശറഈയ നിയമമനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതിന് ഞാൻ പ്രതികരിക്കും ഇൻഷാ അല്ലാഹ്.